മഴക്കെടുതിയിൽ കർഷകർ ദുരിതത്തിൽ. ആറ്റുനോറ്റ് കാത്തുവച്ച വിളകൾ പാകമാകും മുമ്പ് മഴയെടുത്തതോടെ നെൽകർഷകർക്ക് മഴക്കാലം തീരും മുമ്പേ നഷ്ടത്തിന്റെ കണക്കുകളാണ് പറയാനുള്ളത്. പത്തനാപുരം തലവൂർ പഞ്ചായത്തിലെ മഞ്ഞക്കാല 13-ാം വാർഡിൽ പ്രശസ്തമായ ചെമ്മണ ഏലായിലെ ഭൂരിഭാഗം നെല്ലും മഴയെടുത്തു. 40 ഏക്കറിലധികം ഭൂമിയിൽ വെൺകുളം പാടശേഖര സമിതിയുടെ നേതൃത്വത്തിലാണ് ലാഭനഷ്ടങ്ങൾ നോക്കാതെ 50-ലേറെ പേർ ചേർന്ന് വിത്തിറക്കിയത്. പാകി 15 ദിവസത്തിനകം നിലയ്ക്കാതെ പെയ്ത മഴയിൽ എല്ലാം നശിച്ചു. കിളിർത്ത് വേരുറയ്ക്കും മുമ്പ് ഏറെയും ഒലിച്ചുപോയി. ബാക്കി വെള്ളം കെട്ടിനിന്ന് പഴുത്തു. കർഷകന് പതിവ് പോലെ കണ്ണീർ ബാക്കി. നെല്ല് പയലാവുന്നതിന് മുമ്പിട്ട് മൊത്തം പ്രകൃതിക്ഷോഭം മൂലം മൊത്തത്തിൽ ഒലിച്ചു പോകുന്ന ഒരു ഇതാണ് കണ്ടിരിക്കുന്നത്. ഇത് പഞ്ചായത്തിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ എന്തെങ്കിലും ഇതായി പ്രയോജനപ്പെടുന്ന രീതിയിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു നേട്ടം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വൻ നാശത്തിലേക്കാണ്. ഇത് ഞങ്ങൾക്ക് ഒരു അഞ്ച് പറ കണ്ടം വിതയ്ക്കണമെങ്കിൽ തന്നെ ഇപ്പം തന്നെ ഒരാൾക്ക് 15,000-20,000 രൂപയിൽ പുറത്ത് ഞങ്ങൾക്ക് സാമ്പത്തിക ചിലവാണ് വന്നിരിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് ജലവസന സമിതിയിൽ ഞങ്ങളിത് അറിയിച്ചിരുന്നു. അപ്പം കൃഷി ഓഫീസർ ഞങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മഞ്ഞക്കാല വാർഡ് മെമ്പർ ഞങ്ങൾക്ക് വേണ്ടി എന്ത് സഹായം ചെയ്യാൻ തയ്യാറാണ്. കൊള്ളപ്പലിശയ്ക്ക് പണം കടം വാങ്ങി കൃഷി ചെയ്തവരും പാട്ടത്തിനെടുത്ത് വിളവിറക്കിയവരുമാണ് ഏറെ വേദനിക്കുന്നത്. കർഷകർ ആളൊന്നിന് 25,000 രൂപയിലേറെ ചെലവിട്ടാണ് കൃഷി ഇറക്കിയത്. നെൽകൃഷി പ്രോത്സാഹിപ്പിക്കാൻ തലവൂർ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് ലക്ഷങ്ങൾ ചെലവിട്ട് കൊയ്ത്തുയന്ത്രവും പൂട്ടുയന്ത്രവും വാങ്ങിയെങ്കിലും ഇത് കർഷകർക്ക് പ്രയോജനപ്പെട്ടില്ല. അവ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് തുരുമ്പെടുത്ത് കിടക്കുന്നു. ഈ സാഹചര്യത്തിൽ വയക്കൽ നിന്ന് മണിക്കൂറിന് 700 രൂപ വാടക നൽകി ഉഴവുയന്ത്രം വരുത്തിയാണ് കൃഷി നടത്തിയത്. ഞങ്ങൾക്ക് ഏറ്റവും പറ്റിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സമയത്ത് കർഷകർക്ക് ആവശ്യമായ വണ്ടി ഇത് പൂട്ടാനുള്ള ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കുന്നില്ല. മെഷീൻ വരുന്നതാണ് ഏറ്റവും കൂടുതൽ താമസം. ഇപ്പം പയലായി കിടക്കേണ്ട സമയമാണ്. എല്ലാം മഴ കൊണ്ടുപോയതോടെ പരമ്പരാഗത കർഷകരെ പോലെ ഇവരും കണ്ണീരിലായി. ഞങ്ങൾക്ക് കൃഷി ഒക്കത്തില്ല. സർക്കാർ എന്തെങ്കിലും ഞങ്ങൾക്ക് അനുവദിച്ചു തന്നില്ലെങ്കിൽ ഇത് ഞങ്ങൾ നിർത്തേണ്ടി വരും. അല്ല, ഒരു രക്ഷയുമില്ല. ഞങ്ങൾ കടത്തിലാണ്. ഇപ്പോൾ ലോണെടുത്താണ് ഇത് കൃഷി ചെയ്യുന്നത്. അത് സർക്കാരോ പഞ്ചായത്തോ അതിന് വേണ്ടുന്ന നടപടി സ്വീകരിക്കണം. തന്നെയുമല്ല, ഞങ്ങൾ നെൽകൃഷി ചെയ്യുമ്പോൾ ചീര കൃഷിക്കാർ ഞങ്ങൾക്ക് വേണ്ടുന്ന ഉപദ്രവങ്ങളാണ് ചെയ്യുന്നത്. കാരണം വെള്ളം കയറ്റി വിടുക, സമയത്തിന് ഞങ്ങൾക്ക് വെള്ളം വേണ്ടപ്പോൾ കിട്ടത്തില്ല, വേണ്ടാത്തപ്പോൾ കിട്ടും. ഈ സ്ഥിതിയിലാണ് ഞങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടുന്ന പഞ്ചായത്തിൽ നിന്നോ കൃഷിഭവനിൽ നിന്നോ സർക്കാരിൽ നിന്നോ വേണ്ടുന്ന അത്യാവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇത് നിർത്തേണ്ടി തന്നെ വരും. പനമ്പറ്റ മുതൽ നടുത്തേരി വരെ ഒരിക്കൽ നെൽവയലുകൾ പരന്നു കിടന്നിരുന്നു. ഇതിൽ കൃഷി ചെയ്തിരുന്ന പലരും നെല്ലിലെ നഷ്ടത്തിന്റെ കണക്ക് പറഞ്ഞ് മറ്റു കൃഷികളിലേക്ക് മാറി. അപ്പോഴും ഭക്ഷ്യക്ഷാമം മുന്നിൽ കണ്ട് ജൈവ രീതിയിൽ നെല്ല് കൃഷി ചെയ്തവർക്കാണ് ഇപ്പോഴീ ഗതികേട്. പുതുതലമുറ കൃഷി മറന്നപ്പോൾ അവരെ ഊട്ടാൻ സധൈര്യം നെൽകൃഷിക്കിറങ്ങിയ ഈ കർഷകരെ സർക്കാർ സഹായിക്കണം. പ്രകൃതിയുടെ താണ്ഡവത്തിൽ ഇവർ ഇപ്പോൾ നിസ്സഹായരാണ്. കൃഷി നശിച്ചവർക്ക് സർക്കാർ ധനസഹായം നൽകണം. അതുകൂടിയില്ലെങ്കിൽ ഇനി ആരും കൃഷിയിറക്കാത്ത ദുരവസ്ഥയുണ്ടാകും. നാട് പട്ടിണിയാകും. അതുകൊണ്ട് ഈ കർഷകരെ സർക്കാർ താങ്ങി നിർത്തണം. എല്ലാം സർക്കാർ തീരുമാനിക്കട്ടെ എന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.